സംവാദ സദസ്സ് ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. സാർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ രാജേഷ് സാർ വന്നിട്ടുണ്ട്. ഇവരൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. നമുക്ക് കേട്ട് നമ്മുടെ വീഴ്ചകൾ നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ അതിൻ്റെ ഭാഗം പറഞ്ഞു കൊടുക്കാൻ പറ്റും. നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് വിടുക. അത്ര മാത്രമല്ല, അവരെ രണ്ടുപേരെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ അവയർനെസ് ക്ലാസ് ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷനും ചടയമംഗലം ജഡായു ലയൺസ് ക്ലബും ഹരിശ്രീ ഹോസ്പിറ്റലും ചേർന്നാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. നിർഭാഗ്യവശാൽ നമ്മളിന്ന് കുട്ടികളുടെയും മറ്റ് പ്രതിനിധികളുടെയൊക്കെ ഒരു സാന്നിധ്യം കുറവായി വന്നിട്ടുണ്ട്. ഈ സമയവും ചില അത്യാവശ്യ കാരണങ്ങളുണ്ട്. ക്ലബിൽ തന്നെ ഭാരവാഹിയുടെ മറ്റെവിടെയെങ്കിലൊക്കെ പോകേണ്ടി വന്നതിലാണ് ആളുകൾ കുറയാനുള്ള കാരണം. ഇത്തരമൊരു ക്യാമ്പ് ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിക്കുള്ളിൽ 2-3 വർഷത്തിന് മുമ്പ് നടത്തിയിട്ടുണ്ടായി. സമൂഹത്തിലുള്ള ഏത് തരത്തിലുള്ള വിഭാഗത്തിലുള്ള കുട്ടികളും ഇതിൽ വലിയാളാകുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ ഈ കൗമാരാവസ്ഥയിൽ അവർ പഠിച്ചു വളർന്ന് നല്ല നിലയിലും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടവരായി തീരേണ്ട പല കുട്ടികളും ഇതിന്റെ പിന്നാലെ പോവുകയാണ്. ഇതിന്റെ സാമൂഹിക വലയത്തിൽപ്പെട്ട് കുറ്റകൃത്യങ്ങളിലേക്കും അനാരോഗ്യവുമായി തീരുന്ന ഒരു അവസ്ഥയാണ് സംജാതമായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലയൺസ് ക്ലബുകൾ, അതുപോലെ തന്നെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. നമ്മളിവിടെ ഉദ്ദേശിച്ച പരിപാടി എന്ന് പറയുമ്പോൾ സംവാദ സദസ്സാണ്. കുട്ടികളിൽ റെസിഡൻസ് അസോസിയേഷനുള്ള 2 റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ ആ 2 റെസിഡൻസ് അസോസിയേഷൻ 2 വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞുകൊണ്ട് ഒരു ലഹരിക്കെതിരെയുള്ള ഒരു സംവാദ സദസ്സ്. ഓരോരുത്തരും പറയുന്നത് അതിനെ കണ്ടിച്ചുകൊണ്ട് അടുത്ത ടീം പറയുക, അങ്ങനെ ഒരു രീതിയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ അങ്ങനെ സാധിച്ചില്ല. എന്നാലും നമുക്ക് ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കാൻ പറ്റി. അപ്പോൾ ആ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളോടൊത്ത് സഹകരിച്ച ലയൺസ് ക്ലബിനും അതുപോലെ ഹരിശ്രീ ഹോസ്പിറ്റലിനും റെസിഡൻസ് അസോസിയേഷനും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനുള്ള ഇന്നത്തെ ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷനും നമ്മുടെ ലയൺസ് ക്ലബും എല്ലാവരും കൂടി നല്ലൊരു പരിപാടികൾ നടത്തണമെന്നായിരുന്നു. ഞാൻ ഒരാഴ്ചയായിട്ട് ശാന്തിനഗറിൽ നന്നായിട്ട് പറ്റി പറയുന്നുണ്ട്. ഞാൻ കൊട്ടാരക്കര ഡയറ്റിൽ നിന്ന് അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അവിടെ TTCക്ക് വന്ന കുട്ടി ഒരു ക്ലാസ് വളരെ എനർജറ്റിക്കായ ഒരു ക്ലാസ്സിൽ നിന്ന കുട്ടി ഒരു ആഴ്ച ബ്രേക്കടിക്കായ ആൾക്കാരെ കണ്ടല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ സാധാരണ ഫേസ്ബുക്കിൽ അവരെ കാണാറുള്ളത് പറഞ്ഞാൽ താടി വളർത്തിയാലും മുടി വളർത്തിയാലും ആ പയ്യന്മാരെ പിടിപ്പിക്കുന്നത് കഞ്ചാവ് പിടിക്കാറുള്ളത്. ഇതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള ഒരു കറക്റ്റ് കാര്യമില്ല. അകത്തോട്ടിരിക്കും, ചുമന്നിരിക്കും, ഈ ചുണ്ട് കറുപ്പായി കഞ്ചാവ് വലിക്കുന്നവരായിരിക്കും. സ്വന്തം കൈ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി നല്ല പറയുക. പിന്നെ ഇതൊന്നുമല്ല, നമ്മൾ കാണാൻ തന്നെ നമുക്ക് വേറെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നോക്കട്ടെ മനസ്സിലാക്കാൻ പറ്റും. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പരിപാടി, ഇത്തരം പരിപാടികൾ എല്ലാ വർഷവും നടത്തപ്പെടാറുണ്ട്.